ഈ ആരുടെ വിഷയത്തിലാണ് മലക്കുകൾ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു. 10 വിഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? വാഗ്ദത്തം ലംഘിക്കുന്ന ആളുകളെയാണ്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ നമ്മുടെ അശ്രദ്ധ കാരണത്താലോ അറിവില്ലായ്മ കാരണത്താലോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ സ്ഖലിതങ്ങളെ കൊണ്ട് ഈ വലിയ അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും അതുവഴി നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ കരുണ തടയപ്പെട്ട് അതുവഴി നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഈ പറയപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ടീം വാഗ്ദത്തം ലംഘിക്കുന്ന ആളുകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഹ്ഫറ മുസ്ലിമൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായിക വന്നാസ് അജ്മഈൻ. ആരെങ്കിലും ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, അവനക്ക് കൊടുത്തൊരു വാക്ക് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും തന്നിൽ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലാരെങ്കിലും ലംഘനം വരുത്തിയാൽ, അമാനത്തിൽ എന്തെങ്കിലും ലംഘനം വരുത്തിയാൽ, കൊടുത്ത വാക്കെങ്ങാനും പാലിക്കാതിരുന്നാൽ, അകാരണമായി പാലിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രത്യേക ലഅനത്ത്, ശാപം ആ മനുഷ്യർക്കുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സാക്ഷാൽ മുനാഫിക്കിന്റെ, ആരാ മുനാഫിക്ക്? നാളെ പരലോകത്ത് നരകത്തിന്റെ അടിത്തട്ടിൽ പോയി കിടക്കുന്ന വിഭാഗമാണ് മുനാഫിക്കുകളെങ്കിൽ അവരെ അതിന് പര്യാപ്തമാക്കിയ ചില സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു. ആ 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവൻ സാക്ഷാൽ മുനാഫിക്കിന്റെ എല്ലാ ക്വാളിറ്റികളും ഉണ്ടായവനാണ് എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ പറയവേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് വഇദാ വഅദ അഖ്ലഫ. അവൻ എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ ലംഘിക്കും. വഇദാ ആഹദ ഗദറ. എന്തെങ്കിലും ഒരു കരാർ അവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ ലംഘിച്ചിരിക്കുമെന്നാണ്. അപ്പൊ കൊടുക്കുന്ന വാക്കുകളും കരാറുകളൊക്കെ പൂർത്തീകരിക്കണമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മൾ പറയുന്നത്. വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഏത് വാക്കുകളും കരാറുകളും വിശ്വാസികളെ നിങ്ങൾ പൂർത്തീകരിക്കണം. കാരണം നിങ്ങൾ കൊടുത്ത ഓരോ വാക്കുകളും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ എത്ര നിസാരമായി കൊണ്ടാണ് ആളുകൾ തട്ടുന്നത്. എന്താ പറയാറിയോ? വാക്കല്ലേ ചെങ്ങായി മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് അല്ലേ? വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ എന്നാണ്. വാക്ക് മാറ്റിക്കോ, പക്ഷെ അങ്ങോട്ടേക്ക് പോകണ്ടേ? പരലോകത്തേക്ക് എത്തണ്ടേ? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ കാണണം. കടം വേടിക്കുകയാണ്. ഇന്ന ദിവസത്തിൽ തരാമെന്ന് പറഞ്ഞു, വാക്കാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് കൊടുത്തോളണം. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞറിയിക്കണം. ഇന്ന ദിവസത്തിൽ ഇത് തരാമെന്ന് ഏറ്റ ആളാണ്, പക്ഷെ ഇന്ന് എനിക്ക് കഴിഞ്ഞിട്ടില്ല സുഹൃത്തെ, ഇന്നതാണ് കാരണം ബോധിപ്പിക്കാൻ കഴിയണം. സുഹൃത്തുക്കളെ, നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളും അത് വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ചെയ്തോളാന്നാ പറയാ, ഞാനത് ഏറ്റെടുത്തു, പിന്നെ അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധമല്ല. അങ്ങനെയല്ല, നാം ഏറ്റെടുത്തതാകട്ടെ, നാം കൊടുത്ത വാക്കുകളട്ടെ, എന്താകട്ടെ, നമ്മുടെ വാക്കിന് വലിയൊരു വില വേണം. നമ്മളെ കുറിച്ച് ഒരാളും, ഒരു വിശ്വാസിയെ കുറിച്ചും ഒരാളും പറയരുത് അവന്റെ വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണെന്ന് സാധനം നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ ഒരു വിശ്വാസിയുടെ വാക്കിനെ കുറിച്ച് പറയാൻ പാടില്ല സുഹൃത്തുക്കൾ. നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടോ, ജീവനുണ്ടോ, നമ്മൾ പറയില്ല കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കും. അവനാ പറഞ്ഞത്, ഒരു പേടിയും വേണ്ട, അവൻ അങ്ങനെ ചതിക്കുന്ന ആളല്ല. അവനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് വിലയുള്ളവനാണ് അവൻ എന്ന് നമ്മളെ കുറിച്ച് ഓരോരുത്തരും പറയണം. നമ്മളെ കുറിച്ച് അറിയുന്നവർ പറഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വിശ്വാസിയുടെ ഒരു മുഖമുദ്രയാണ്. ഇതിലാരെങ്കിലും ലംഘനങ്ങൾ വരുത്തിയാൽ അവനെ കാത്തിരിക്കുന്നത് മലക്കുകളുടെ ശാപപ്രാർത്ഥനയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ടാമത്തെ വിഭാഗം ആരാന്നറിയോ? ഭർത്താവിനോട് അകാരണമായി കൊണ്ട് പിണങ്ങി കിടപ്പറയിൽ തിരിഞ്ഞു കിടക്കുന്ന സഹോദരിമാരെ കുറിച്ചാണ് പറഞ്ഞത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫറാശിഹി ഫലം തഅതിഹി ഫബാത ഗളബാന അലൈഹാ ലഅനതഹാ അൽ-മലായികതു ഹത്താ തുസ്ബിഹ. ഭർത്താവ് ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു. അവൾ അകാരണമായി കൊണ്ട് തെറ്റിക്കിടന്നു. അവൾ വന്നില്ല, കിടപ്പറ ബഹിഷ്കരിച്ചു. ആ ഭർത്താവ്
അവളിൽ കോപാകുലനായിക്കൊണ്ട് ദേശത്തോടു കൂടെ കഴിച്ചുകൂട്ടിയെങ്കിൽ പുലരുവോളം ആ സഹോദരിയെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞെന്താ അറിയോ? ഹത്താ യർളിയ അൻഹാ, പുലരുവോളം എന്നല്ല, അവൻ അവളെപ്പറ്റി ഒരു തൃപ്തി ഉണ്ടാകുന്നത് വരെ. അത് ചിലപ്പോൾ നേരം വെളുത്താൽ ആ തൃപ്തി ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് എത്ര നീണ്ടുപോകുന്നുവോ അത്രയും മണിക്കൂറുകൾ ആ സഹോദരി നിനക്ക് വേണ്ടി നിനക്കെതിരെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ തൊട്ടതിനും പറഞ്ഞതിനുമൊക്കെ വെറുതെ തെറ്റി, അങ്ങനെ തെറ്റിക്കൊണ്ട് കടക്കുന്ന, പിണങ്ങിക്കൊണ്ട് കടക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി നിങ്ങൾ കൊണ്ടിയെങ്കിൽ സഹോദരി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത്. വലിയ നഷ്ടം എരന്ന് വേടിക്കുന്ന പ്രവൃത്തിയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? കഴിവുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും സ്വതക്ക കൊടുക്കാത്ത ആളാ സുഹൃത്തുക്കളെ. മലക്കുകൾ ഇറങ്ങി വന്ന് 2 വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുമെന്ന ഹദീസ് കേൾക്കാത്തവരല്ല നമ്മൾ. 2 പേരും പ്രാർത്ഥിക്കുമെന്ന. ഒന്നാമത്തെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ഉത്തമമായതിന് പകരം കൊടുക്കണേ എന്ന. മറ്റു മലക്ക് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവെ, കഴിവുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും കൊടുക്കാനുള്ള വിഹിതം അവനിക്ക് ഞാൻ കൊടുത്തിട്ടും പിടിച്ചു വെക്കുന്നവൻ ആരാണോ അവനിക്ക് നാശത്തെ നീ പകരം കൊടുക്കണേ എന്ന. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ നാശത്തെ കുറിച്ച് വിശദീകരിച്ചത് എന്താണെന്നറിയോ? ഒരു പക്ഷെ ആ നാശം ഇറങ്ങുക അവന്റെ സമ്പത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ സമ്പത്തിന്റെ ഉടമയായ അവനിലായിരിക്കുമെന്ന. സ്വതക്ക പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മലക്കുകൾ എതിരെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരാണ്. 4ാമത്തെ ടീം പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരങ്ങൾക്കെതിരെ സഹോദരങ്ങൾ ആയുധം ചൂണ്ടിയ ആളുകളാണ്. ആയുധം ചൂണ്ട. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഅഹു. ആയുധം സുഹൃത്തിനെതിരെ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ ആയുധം താഴ്ത്തി വെക്കുന്നിടത്തോളം സമയം മലക്കുകൾ അവന് വേണ്ടി അവൻക്കെതിരെ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ തമാശക്ക് പോലും ആയുധം ചൂണ്ടാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. കാരണം എന്താ അറിയോ? ഒരു പക്ഷേ ആ ആയുധം ഇവൻ അറിയാതെ പിശാച് എടുത്ത് അവനിക്കെതിരെ അപകടങ്ങൾ ഉണ്ടാക്കി അതുവഴി മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പോലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനമായി കൊണ്ട് പഠിപ്പിച്ച കാര്യം എന്താ അറിയോ? ലാ യഹില്ലു ലി മുസ്ലിമിൻ അയ്യുറബ്ബിഅ മുസ്ലിമൻ. ഒരു മുസ്ലിമിനും പ്രിയപ്പെട്ടവരെ വേറൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പോലും പാടില്ല. ഇന്ന് പ്രാങ്കിന്റെ കാല അല്ലേ? ഇന്ന് പ്രാങ്ക് കൊടുക്കൽ വലിയ ഹിറ്റായി നിൽക്കുന്ന സമയ. ഒരു മുസ്ലിമിന് പാടില്ല, ഒരു മുസ്ലിമിന് പാടില്ല അല്ലെ? എന്തെങ്കിലും സംഗതി എടുത്തേക്കുക, എന്നിട്ട് അവനിങ്ങനെ ആകെ പരിഭ്രാന്തിൽ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടാകുക, പിന്നെ അത് കൊടുക്കുക, എന്നിട്ടെല്ലാം കൈകൊട്ടിപ്പാടുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഒരു പേടിപ്പെടുത്തുന്ന ഒന്നും അവന്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. 5ാമതായി കൊണ്ട് പറഞ്ഞ സുഹൃത്തുക്കളെ, മനുഷ്യവധമാണ്. ആയുധം പോലും ചൂണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വധിക്കുന്ന എത്രമേൽ തെറ്റാണ്. അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത്. 6ാമതായി കൊണ്ട് പറഞ്ഞത്, അറിവ് മറച്ചു വെക്കുന്ന ആളാണ്. ലഭിച്ച അറിവ്, തന്നോട് തനിക്ക് അറിയാവുന്നൊരു അറിവ് ഒരാൾ ചോദിക്കപ്പെട്ടു. മൻസുഇല അൻ ഇൽമിൻ അലിമഹു, തനിക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഒരാൾ വന്ന് ചോദിച്ചു. സുമ്മ കതമഹു, പക്ഷെ അവന് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ചു. എനിക്കറിയാം, പക്ഷെ ഞാനത് പറഞ്ഞു കൊടുക്കണില്ല. എനിക്കറിയാം യാഥാർത്ഥ്യം ഇന്നതാണെന്ന്, പക്ഷെ ഞാൻ മറച്ചു വെക്കാണ്. മറച്ചു വെക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവാം, മറച്ചു വെക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഭൗതികപരമായിക്കൊണ്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കൊതിച്ചുകൊണ്ട് പലരും സത്യം മൂടി വെക്കും. മലക്കുകൾ ആ മനുഷ്യനെ ശപിക്കുമെന്നാണ്. അവൻ നാളെ പരലോകത്ത് വരുന്ന രംഗം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൽജിമ യൗമൽ ഖിയാമ ബിലിജാമി മിനന്നാർ. നാളെ നരകത്തിൽ നിന്നുള്ള ആമം വെച്ചുകൊണ്ടായിരിക്കും ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരിക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, തനിക്കറിയാവുന്ന ഒരു അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടു, ആ മനുഷ്യനിക്ക് വേണ്ടി റഹ്മത്തിന് ചോദിക്കുന്നവരാണ് മലക്കുകൾ. മാളത്തിലിരിക്കുന്ന ഉറുമ്പുകൾ പോലും ആ മനുഷ്യനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പഠിപ്പിച്ചത്. പക്ഷേ അറിഞ്ഞൊരറിവ് മറച്ചു വെക്കുമ്പോൾ
അത് മൂടി വെക്കുമ്പോൾ, ആദർശത്തെ മൂടി വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവനെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം എന്താ അറിയോ? കാഫിറായി മരിക്കുക എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ അടിവരയിട്ടു. ഇന്ന് നമ്മൾ ജുമാ ദിവസം വിശ്വാസികൾക്ക് ഏറ്റവും പരിപാവനമായ ഒരു ദിവസത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ അണിനിരക്കുന്നത്. ഒരു ഖുത്ബയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഇബാദത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മളെ കാത്ത് വലിയ പ്രതിഫലമാണ് ഉള്ളത്. അള്ളാഹു നൽകുമാറാകട്ടെ. പക്ഷെ സുഹൃത്തുക്കളെ, ഈ ഒരു അനുഗ്രഹം മരിക്കുമ്പോളം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമുക്കാരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ? നല്ല പേടിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മളെക്കാൾ വലിയ ആവേശത്തിൽ ദീനിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ നമ്മൾ കാണുന്നത് എക്സ് മുസ്ലിം എന്ന തലവാചകത്തിന് കീഴിൽ അണിനിരക്കുന്ന അതിന്റെ പതാകവാഹകരായിക്കൊണ്ടാണ് എങ്കിൽ നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട കാലമാണ് മുന്നിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഫിത്നകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ആളുകൾ ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ നേരത്തെ അശ്രദ്ധ മതിയായിരിക്കും. ഒരു ക്ലിപ്പ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വന്നത് നമ്മളൊന്ന് കേട്ടതായിരിക്കും. ഒരു പക്ഷേ ഒരാളുടെ മനസ്സിൽ ദീനിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുവാനും അതുവഴി പിശാചവനിലേക്ക് വരാനും അവനെ എക്കാലത്തേക്കുമായി ദീനിൽ നിന്നും തെറിപ്പിക്കുവാനുമുള്ള കാരണം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യന്മാർ ആവലാദികൾ പറയാണ്. എത്രയോ രക്ഷിതാക്കൾ മക്കളെ കുറിച്ച് ആവലാതി പറയാണ്. നല്ല കുട്ടിയായിരുന്നു, ഇന്ന ക്യാമ്പസിൽ കൊണ്ടുപോയി വിട്ടതാണ്, ഇപ്പോൾ അവൻ വന്നിട്ടുള്ളത് മതമൊന്നും വേണ്ട എന്ന ചിന്താഗതിക്കാരനായിക്കൊണ്ടാണ് എന്ന. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ആളുകളെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറയുന്നതെന്നറിയോ? ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ. വിശ്വസിച്ചിട്ട് ഇങ്ങനെ അതിനുശേഷം ഈ ഈമാനൊക്കെ നഷ്ടപ്പെട്ട ആയത്ത് ഇങ്ങനെ പറയുന്നിടയില റബ്ബ് പറയുന്നത് ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ. ജീവിതത്തിൽ കുഫർ വരികയും സത്യനിഷേധം വരികയും എന്നിട്ട് ആ സത്യനിഷേധിയായിക്കൊണ്ട് മരിക്കുകയും ചെയ്ത ആൾക്ക് ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ. അവനെ അല്ലാഹുവിന്റെ ശപിക്കും, മലക്കുകൾ ആ മനുഷ്യനെ ശപിക്കും, മുഴുവൻ മനുഷ്യരും ആ മനുഷ്യനെ നാളെ പരലോകത്ത് നമ്മൾ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം. എന്നിട്ട് പറഞ്ഞു ഖാലിദീന ഫീഹാ, അവൻ ആ നരകത്തിൽ നിത്യവാസിയായിരിക്കും. ലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻദറൂൻ. അവർക്ക് നാളെ പരലോകത്ത് ശിക്ഷ ഒരു നിലക്കും ലഘൂകരിച്ചു കൊടുക്കുകയില്ല എന്ന. സുഹൃത്തുക്കളെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. വളരെ അത്രമേൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. ദീനിൽ എത്ര പെട്ടെന്നാണ് ആളുകൾ ദീനിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന അറിയുമോ? അത്ര പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്യ് നേരിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുത്തെ ജീവിതത്തിൽ അധികരിച്ച പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ ഘട്ടത്തിലേക്ക് എത്തിക്കാതിരിക്കാനാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അധികരിച്ച് പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ. അധികരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്തിലൂടെയും സന്ദർഭത്തിലൂടെയുമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ ബോധമുണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും സദാ ജാഗരൂകരാകണം. പ്രാർത്ഥനയുടെ കവചം തീർക്കണം. അതുവഴി നമ്മുടെ ദീന്, നമ്മുടെ ഹിദായത്ത് മരിക്കുന്ന സമയം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക. സുഹൃത്തുക്കളെ, എട്ടാമതായിക്കൊണ്ട് പറഞ്ഞ വിഭാഗം ഒറ്റ ഹദീസിലൂടെ 3 വിഭാഗത്തെക്കുറിച്ചും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ കേട്ടൊരു ഹദീസാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് 3 തവണ ആമീൻ പറഞ്ഞ് പ്രവാചകൻ ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. 3 പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുകയും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആമീൻ പറയുകയും ചെയ്ത സന്ദർഭമുണ്ടല്ലോ. 3 വിഷയമാണ് പറയുന്നത്.
ആ 3 വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെന്താ പ്രിയപ്പെട്ടവരെ, അതാനി ജിബ്രീൽ ഫഖാൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ, ആർക്കാണ് ജീവിതത്തിൽ ഒരു റമളാൻ വീണ് കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ എന്ന. എന്തിൽ നിന്നാ സുഹൃത്തുക്കളെ? അല്ലാഹുവിന്റെ കരുണയിൽ നിന്നും ആ മനുഷ്യൻ അകറ്റപ്പെടട്ടെ എന്നാണ്. ശാപത്തിന്റെ വാക്കാണ്, ശാപത്തിന്റെ പ്രാർത്ഥനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ സമയത്ത് ആമീൻ പറഞ്ഞത്. ഖുൽതു ആമീൻ, അള്ളാഹു അതിന് ഉത്തരം കൊടുക്കട്ടെ എന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളൊക്കെ റമളാൻ ഒരു 6 മാസം മുമ്പ് തന്നെ, റമളാൻ ആഗതമാകുന്നതിന്റെ ഒരു 6 മാസം മുൻപ് തന്നെ അതിനു വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു എന്നാണ്. അതിനുവേണ്ടി പ്രത്യേക മാനസികമായി കൊണ്ട് ഒരുങ്ങിയിരുന്നു എന്നാണ്. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. നമ്മുടെ മുമ്പിൽ ഇനി ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് 2-2.5 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ തന്നെ വേണം, ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിടണം, പടച്ചോനെ എന്റെ ജീവിതത്തിൽ നീ എനിക്കൊരു റമളാൻ കൂടെ തരണേ റബ്ബേ. എന്തിനാ സഹോദരങ്ങളെ, എന്തിനാണ് റമളാൻ? എന്റെ പാപങ്ങൾ മുഴുവൻ കരിച്ചു കളയാൻ ഒരടിമക്ക് നീ നൽകുന്ന ഏറ്റവും വലിയ സുവർണാവസരമായ റമളാനിനെ ആ അർത്ഥത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരത്തെ ഒരുങ്ങിയവർക്കാണ് പ്രിയപ്പെട്ടവരെ ആ അവസരം വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ചർച്ചകളും പഠനങ്ങളും ഒക്കെ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. 9ാമത്തെ ടീം ആരാന്നറിയോ? മാതാപിതാക്കൾ അവഗണിച്ച ആൾക്ക് മലക്കിന്റെ ശാപമുണ്ട് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ ജിബ്രീൽ പ്രാർത്ഥിച്ചത് ആരാന്നറിയോ? വമൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ, ആർക്കാണ് 2 ആളെയും കിട്ടിയത്, ഉമ്മാനെയും ഉപ്പാനെയും തന്റെ ജീവിതത്തിൽ ലഭിച്ചു, അല്ലെങ്കിൽ ഇനി 2 ആള് വേണ്ട, 2 ആള് വേണമെന്നില്ല, ഒരാളെയെങ്കിലും പടച്ചോൻ ഹയാത്തിട്ട് തന്നു. ഫദഖലന്നാർ, 2 പേരെയും കിട്ടിയിട്ടും നരകത്തിലേക്ക് പോയവൻ, 2 പേരെയും കിട്ടിയിട്ടും നരകത്തിലേക്ക് എത്തിയവൻ, അല്ലാഹു അവനെ അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും അകറ്റിക്കളയട്ടെ എന്ന് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്, സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. ജീവിതത്തിൽ കൊലപാതകം ചെയ്തു പോയ മനുഷ്യൻ, ഞാൻ ഇനി എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത്? തെറ്റുബോധ്യമായി, ഇതൊക്കെ ഒന്ന് തിരുത്താൻ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ അള്ളാന്റെ റസൂൽ തിരിച്ചു വെച്ച ചോദ്യം എന്താ അറിയോ? എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. എന്താ സുഹൃത്തുക്കളെ കൊലപാതകവും ഉമ്മയും തമ്മിൽ ബന്ധം? നിന്റെ ഉമ്മച്ച് ജീവിച്ചിരിപ്പുണ്ടോ എന്നാ? എങ്കിൽ ശിഷ്ടകാല ജീവിതം നിന്റെ ഉമ്മാക്ക് സേവനം ചെയ്താൽ ഈ വലിയ അനർത്ഥത്തിന് പോലും പരിഹാരമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ ഒന്ന് ബഹുമാനിക്കാൻ, അവരെ ഒന്ന് ആദരിക്കാൻ, അവരോടൊരു നല്ല വാക്ക് പറയാൻ, അവരോടൊരു കുശലാന്വേഷണം നടത്താൻ, അവരുടെ സങ്കടങ്ങളിൽ നിന്ന് പങ്കുചേരാൻ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ സമയവും സാഹചര്യവും സമ്പത്തും ഒക്കെ നീക്കിവെച്ച് ഒന്ന് കൂടിയാലും സുഹൃത്തുക്കളെ നമുക്കൊന്നും വരാനില്ല. ചിലർക്കൊക്കെ മക്കൾ ഉണ്ടായി എന്നതാണ് ചില മാതാപിതാക്കളുടെ പ്രശ്നം. ഫുട്ബോൾ തട്ടുന്നത് പോലെയാണ് തട്ടുന്നത്, അല്ലെ? തട്ടിക്കളിക്കുകയാണ്. ഓരോരുത്തരും പറയാ, നിന്റെ മാത്രം അമ്മല്ലല്ലോ, നിന്റെ മാത്രം വാപ്പല്ലല്ലോ, അനക്ക് നോക്കിക്കൂടെ എന്നാ പറയാ. ഇത് കേറാത്തോണ്ടാ പ്രിയപ്പെട്ടവരെ. ആ ഉമ്മാനെയും നിന്റെ വാപ്പാനെയും എനിക്ക് പറ്റില്ല ഇങ്ങനെ തന്നോ, നിന്റെ വീട്ടിൽ അത്ര കുശിയൊന്നും നിന്നോട് ഉണ്ടാവൂല, പക്ഷെങ്കിലേ എനിക്കറിയാതെ വലിപ്പം എന്താന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. കാരണം ഈ സുഹൃത്ത് പ്രതീക്ഷിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഈ സുഹൃത്ത് ഭയപ്പെടുന്നത് മലക്കുകളെ എതിരെയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ അവഗണിക്കുന്നവന്റെ ജീവിതത്തിൽ മലക്കുകളുടെ തുടരെയുള്ള പ്രാർത്ഥന, എതിരെയുള്ള ശാപ പ്രാർത്ഥന ഉണ്ട് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 10ാമതായും അവസാനമായി കൊണ്ട് പറഞ്ഞത്, മൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫഅബഅദഹു അല്ലാഹ്. ജിബ്രീൽ പറയാ, നീ ആരടുക്കലാണോ നിന്നെപ്പറ്റി സൂചിപ്പിക്കപ്പെട്ടിട്ട് നിനക്ക് മേൽ ഒരു സ്വലാത്ത് പോലും ചൊല്ലാതെ നീച്ചു പോയവൻക്ക് അവനെയും അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്നും ആട്ടിയകറ്റട്ടെ എന്ന.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു വിസമ്മതം പ്രിയപ്പെട്ടവർ നമുക്കുണ്ടോ? നമുക്കെതിരെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, കേൾക്കുമ്പോഴൊക്കെയും പറയാൻ പറ്റോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു തവണയെങ്കിലും പറയാൻ പറ്റോ? ചൊല്ലാന്നുള്ളതാ. ഇനി അതല്ല, ഒരു സദസ്സിൽ അവൻ വന്നിരുന്ന് നബിന്റെ പേര് കേട്ട് ഒരു തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാതെ നീച്ചു പോകുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാ. നബി കരീം എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ യാതൊരുവിധ മുടക്കവും നമുക്കില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി അത്രയും അധ്വാനിച്ചവനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് ചൊല്ലുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് തന്നെയാണ് മെച്ചമെന്ന് സ്വലാത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചൊരു ഖുതുബ നമ്മൾ നടത്തിയതാണ്. നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചും ജീവിതത്തിൽ പലപ്പോഴും ചെറുതെന്ന രൂപത്തിൽ നമ്മൾക്ക് തള്ളിക്കളയുന്ന ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വലിയ ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകളെല്ലാം നികത്തി തന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ മുഖ്ലിസീങ്ങൾ ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടുമൊക്കെ ജീവിതത്തിൽ എന്നുമെന്നും വന്നു പോകുന്ന ഇത്തരത്തിലുള്ള ഓരോ അബദ്ധങ്ങളുണ്ട്. അല്ലാഹുവേ, അറിവില്ലാത്തത് കൊണ്ടാണ് പടച്ചോനെ, പുറത്തു തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള സുഹൃത്തുക്കൾ, ആദർശ ബന്ധുക്കൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആദർശ ബന്ധുവിന്റെ ഉപ്പ നിന്നിലേക്ക് വിളിക്ക് ഉത്തരനിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, യാതനകൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളും ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.